ഒരാഴ്ചയ്ക്കുള്ളിൽ സാധനം വന്നപ്പോൾ സന്തോഷത്തോടെ കാശ് കൊടുത്ത് പ്രൊഡക്റ്റ് ഏറ്റുവാങ്ങി. അതിനുശേഷം പ്രൊഡക്റ്റ് അവർ പൊളിച്ച് നോക്കിയപ്പോഴാണ്, ആ പാക്കറ്റ് പൊളിച്ച് നോക്കിയപ്പോഴാണ് ഷോക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കീറി പറഞ്ഞ ഒട്ടും ഉപയോഗശൂന്യമെന്ന് പറഞ്ഞാൽ പോരാ, ഈ ഓർഡർ ചെയ്ത ആളെ മുഖത്തടിക്കുന്ന പോലെയാണ് ആ ഒരു പ്രൊഡക്റ്റ് അവർക്ക് കൊടുത്തത്. 3 ഷർട്ടാണ് ഓർഡർ ചെയ്തത് നമ്മൾ നോക്കണം. കിട്ടിയതോ കീറി പറഞ്ഞ 2 ജീൻസിന്റെ തുണികളാണ് അവർക്ക് അതിനകത്ത് കിട്ടിയത്. തട്ടിപ്പുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്നത് ഓൺലൈൻ തട്ടിപ്പുകളാണ്. അപ്പൊ അതിനെ കുറിച്ച്, അതായത് ആൾക്കാർക്കൊരു അവയർനെസ് കൊടുക്കാൻ ഒരു IT എക്സ്പേർട്ട് എന്നുള്ള നിലയിൽ സാറിന് എന്താണ് പൊതുജനങ്ങളോട് പറയാനുള്ളത്? ഓൺലൈൻ തട്ടിപ്പ് എന്നുള്ളൊരു പേര് നമ്മളിപ്പോൾ വളരെ വ്യാപകമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ അതിന് വിവിധ മുഖങ്ങളുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന UPI പേയ്മെന്റുകളാവാം, നമ്മുടെ GPay പോലുള്ള UPI പേയ്മെന്റുകൾ മുഖേനയുള്ള തട്ടിപ്പുകളുണ്ട്. ഇന്റർനെറ്റ് ബാങ്കിങ്ങിൽ വരുന്ന തട്ടിപ്പുകളുണ്ട്. ക്ലാസിഫൈഡ്സിന്റെ പേരിൽ പല സാധനങ്ങൾ വാങ്ങുന്നതിന്റെ പേരിലുള്ള തട്ടിപ്പുകളുണ്ട്. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന്റെ പേരിൽ. അതുപോലെ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗിന് ഫേസ് ചെയ്യുന്ന തട്ടിപ്പുകളുണ്ട്. തട്ടിപ്പിന്റെ വിവിധ മുഖങ്ങളാണ് നമ്മളിപ്പോൾ പബ്ലിക് എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓരോന്നും നമ്മൾ പ്രത്യേകം തന്നെ അഡ്രസ് ചെയ്താൽ മാത്രമേ അതിന്റെ ചതിക്കുഴികൾ എന്താണ്, അതിന്റെ വഴികൾ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ്, അതായത് ആർക്കെങ്കിലും ചതിവ് പറ്റിയ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാനുണ്ടോ? തീർച്ചയായും ഒട്ടനവധി എക്സ്പീരിയൻസസ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ദിനം പ്രതി നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ആദ്യം ഓൺലൈനിൽ പർച്ചേസ്, നമുക്ക് ഓൺലൈൻ മുഖേനയാണല്ലോ നമ്മളിപ്പോൾ എല്ലാ തരത്തിലുള്ള പർച്ചേസുകളും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇപ്പൊ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഷോപ്പിങ്ങിന് പോകുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഓൺലൈൻ മുഖേനയാണ്. ഈ ഓൺലൈനിൽ നമ്മൾ പലപ്പോഴും ട്രസ്റ്റഡ് ആയ വെബ്സൈറ്റുകളിലേക്ക് നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോകുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എപ്പോഴും ഓൺലൈൻ പർച്ചേസിലേക്ക് എത്തുന്നത് നമ്മൾ ഏതെങ്കിലും അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടായിരിക്കും. വളരെ അത്യാകർഷകമായിട്ടുള്ള തരത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ചില പരസ്യങ്ങളുണ്ടാവും. അത് നമ്മൾ യൂട്യൂബ് കാണുന്ന വീഡിയോസ് കാണുന്ന സമയത്താവാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്താവാം, മറ്റേതെങ്കിലും ന്യൂസ് അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വെബ്സൈറ്റുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാവാം നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന അത്യാകർഷകമായ ചില പരസ്യങ്ങളുണ്ടാവും. ആ പരസ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വളരെ ചീപ്പായിട്ടുള്ള കോസ്റ്റ്, നമുക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള പ്രൈസിങ്, നമുക്ക് ഒരിക്കലും കിട്ടും എന്ന് തോന്നുന്ന തരത്തിനേക്കാൾ കുറഞ്ഞ പ്രൈസിങ് ഓഫർ ചെയ്തിട്ടുള്ള പരസ്യങ്ങളാവാം, അല്ലെങ്കിൽ അത്രയ്ക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ള പരസ്യങ്ങളാവാം, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സുമായിട്ട് വരുന്ന പരസ്യങ്ങളാവാം. ഈ പരസ്യങ്ങൾ നമ്മൾ കണ്ട് ആ പരസ്യങ്ങളിലേക്ക് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചെല്ലുന്നത്, അത് അന്ന് റീഡയറക്റ്റ് ചെയ്ത് നമ്മൾ ചെല്ലുന്നത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്കോ ഒരു പേജിൽ, ഒരു വെബ് പേജിലേക്കോ ആയിരിക്കും. ആ വെബ്സൈറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഈ കണ്ട അതേ അത്യാകർഷകമായ പ്രൊഡക്റ്റുകളും അത്യാകർഷകമായ ഓഫറുകളും വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിങ്ങും ഒക്കെ ആയിരിക്കും നമ്മൾ അവിടെ കാണുക. അതോടൊപ്പം ഇത്ര സമയത്തിനിടയ്ക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂറിലോ അല്ലെങ്കിൽ 1 മണിക്കൂറിലോ ചിലപ്പോൾ ഒരു 3 മണിക്കൂറിലോ ആ ഓഫർ എൻഡ് ചെയ്യുവാണ് എന്നുള്ള തരത്തിലുള്ള അലർട്ടുകൾ നമ്മൾ അവിടെ കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ അലർട്ട് കൂടി കാണുമ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഓഫർ സ്വന്തമാക്കണമല്ലോ എന്നുള്ളൊരു ത്വര നമ്മുടെ മുന്നിലുണ്ടാവും. വളരെ നമ്മുടെ ഒരു ആസ് എ കസ്റ്റമറിന്റെ സൈക്കോളജി കറക്റ്റായിട്ട് മനസ്സിലാക്കിയാണ് ഇത്തരം തട്ടിപ്പ് വീരന്മാരെല്ലാം ഈ ഗ്രൗണ്ടിൽ കളിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെക്കാളും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ എങ്ങനെ ഒരു ചതിയിൽ, ഒരു കുഴിയിൽ പെടുത്താം, അത്തരത്തിലുള്ള സൈക്കോളജി കൃത്യമായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് അവരുടെ പരസ്യങ്ങളും ഇത്തരം വെബ്സൈറ്റുകളും എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലൊരു 3 മണിക്കൂറിൽ ഓഫർ എൻഡ് ചെയ്യുന്നു കാണുമ്പോൾ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഒരു ഓഫർ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് വേണം എന്നുള്ള ഒരു വാശിയോടുകൂടി തന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വെബ്സൈറ്റിന്റെ ആധികാരികതയോ ആ വെബ്സൈറ്റ് നല്ലതാണോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രോഡാണോ എന്നുള്ളതൊന്നും ചിന്തിക്കാതെ നമ്മൾ പെട്ടെന്ന് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിലേക്ക് പോകുമ്പോൾ മിക്കവാറും ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളിലെല്ലാം നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസിന്റെ ഏരിയയിലേക്ക് എത്തുമ്പോൾ അവിടെ COD, ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഈ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളത് കാണുമ്പോൾ ഒരു സാധാരണ കസ്റ്റമറെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ പേ ചെയ്യുന്നില്ലല്ലോ, നമുക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമല്ലേ നമ്മൾ പേ ചെയ്യുന്നുള്ളൂ, നമ്മുടെ ക്യാഷ് കൊടുക്കുന്നുള്ളൂ എന്നുള്ളൊരു സുരക്ഷിതത്വ ബോധം അവന്റെ മനസ്സിലുണ്ടാവും.
അപ്പോൾ പിന്നെ നമ്മള് കണ്ണുടച്ച് ഓർഡർ ചെയ്യാൻ തീർച്ചയായും അതാണ് എപ്പോഴും സംഭവിക്കുക. നമ്മൾ ആ ഒരു COD ഓപ്ഷനിലൂടെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് സാധനം കിട്ടിയിട്ട് നമ്മൾ ക്യാഷ് കൊടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു ഫീലിൽ നമ്മൾ പെട്ടെന്ന് ആ ഓർഡർ പ്ലേസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് ആ വെബ്സൈറ്റിന്റെ ആധികാരികത അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യാൻ നിൽക്കില്ല. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യും, നമ്മൾ അത് അവിടെ അങ്ങ് മറക്കും. മിക്കവാറും നമ്മൾ ഈ ആഡ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും ആയിരിക്കില്ല. പലപ്പോഴും നമ്മുടെ പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഒരു രീതികളെല്ലാം മാറുന്നത് തന്നെ ഇത്തരം ഓൺലൈനിൽ അഡ്വർടൈസ്മെന്റ്സ് കണ്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നതിലാണ്. അപ്പോൾ ആ തരത്തിലേക്ക് നമുക്കൊരു ആവശ്യമുള്ള സാധനം, അത്യാവശ്യമുള്ള ഒരു സാധനം പോലും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത കാര്യം നമ്മൾ മറന്നിട്ടുണ്ടാവും. 4-5 ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോൾ നമുക്ക് വാട്സാപ്പിലോ മെസ്സേജിലോ നമുക്കുള്ള ഒരു അലർട്ട് മെസ്സേജ് വരും. അത് ചിലപ്പോൾ വരുന്നത് ആമസോൺ ഷിപ്പിംഗിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ ഷിപ്പിംഗ് ഏജൻസി ആയിട്ടുള്ള കാർട്ടിൽ നിന്നായിരിക്കും. അവരൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് മറ്റ് പല ഓർഡറുകളും നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന ഷിപ്പിംഗ് ഏജൻസീസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ, അവരുടെ മെസ്സേജ് കൂടി നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ വളരെ ഇംപ്രസീവ് ആവും, നമ്മൾ വളരെ ട്രസ്റ്റ്ഫുൾ ആവും. ആ ഒരു ഓർഡറിനെ പറ്റി, നമ്മൾ ചെയ്ത ഓർഡറിനെ പറ്റിയിട്ട് നമ്മൾ അത്രയും നമ്മളൊരു ട്രസ്റ്റിലേക്കായിരിക്കും നമ്മൾ അവിടെ എത്തുക. നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആമസോൺ ഷിപ്പിംഗിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഡർ ഷിപ്പ് ചെയ്തിരിക്കുന്നു, ഇത്ര ദിവസത്തിനകത്ത് കിട്ടും, ഇന്ന ദിവസമായിരിക്കും നിങ്ങൾക്ക് ഡെലിവറി എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്നത് പോലെ തന്നെ. അപ്പൊ നമുക്ക് അവിടെ വിശ്വാസ്യത എന്നുള്ളൊരു പാർട്ട് അവിടെ കംപ്ലീറ്റ് ഫുൾഫിൽ ആയി കഴിഞ്ഞു. അതെ, ആമസോണും ഫ്ലിപ്കാർട്ടും എന്തായാലും ലോകോത്തര ബ്രാൻഡുകളാണല്ലോ, അപ്പൊ ആരും സംശയിക്കത്തില്ല. അതെ, നമ്മളെല്ലാവരും എപ്പോഴും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും അത്തരം ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിൽ നിന്ന് മാത്രമേ നമ്മൾ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊരു മെസ്സേജ് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ അതോടുകൂടി നമ്മുടെ സംശയം എന്നുള്ളൊരു കാര്യം അവിടെ തീർന്നു കഴിഞ്ഞു. പിന്നെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഓർഡർ ഡെലിവറി ചെയ്യുന്നതിന്റെ അന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഓർഡർ ഡെലിവറി ചെയ്യുവാണ്, അതിന്റെ നിങ്ങളുടെ OTP ഇതാണ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കൂടി വരുന്നു. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഷിപ്പിംഗ് ഡെലിവറി ഏജന്റ് നിങ്ങളെ കോൾ ചെയ്യുന്നു. ആ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു. നിങ്ങൾ ഒരു സംശയവും ഇല്ലാതെ തന്നെ നിങ്ങൾ കാശ് പേ ചെയ്യുന്നു, നിങ്ങൾ പ്രൊഡക്റ്റ് സ്വീകരിക്കുന്നു. അടുത്തിടെ ഈ സമാനമായ ഒരു അനുഭവം എൻ്റെ സുഹൃത്തിനുണ്ടായി. ഇതുപോലെ തന്നെ യൂട്യൂബിൽ അഡ്വർടൈസ്മെന്റ് കണ്ടു, അതിൽ ക്ലിക്ക് ചെയ്തു. അത് കണ്ടതെന്ന് വെച്ചാൽ 3 കോട്ടൺ ഷർട്ട് 899 രൂപ എന്നുള്ളൊരു അഡ്വർടൈസ്മെന്റ് ആണ് കണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്തു. നേരെ പോയത് chrisandjohn.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്കായിരുന്നു. അവിടെ 100 രൂപ കൂടി അഡീഷണൽ ഷിപ്പിംഗ് ചാർജും കൊടുത്ത് ടോട്ടലി 999 എന്നുള്ളൊരു എമൗണ്ടിന് COD ഓപ്റ്റ് ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ സാധനം വന്നപ്പോൾ സന്തോഷത്തോടെ കാശ് കൊടുത്ത് പ്രൊഡക്റ്റ് ഏറ്റുവാങ്ങി. അതിനുശേഷം പ്രൊഡക്റ്റ് അവർ പൊളിച്ചു നോക്കിയപ്പോഴാണ്, ആ പാക്കറ്റ് പൊളിച്ചു നോക്കിയപ്പോഴാണ് ഷോക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കീറി പറഞ്ഞ ഒട്ടും ഉപയോഗശൂന്യമെന്ന് പറഞ്ഞാൽ പോരാ, ഈ ഓർഡർ ചെയ്ത ആളെ മുഖത്തടിക്കുന്ന പോലെ ആണ് ആ ഒരു പ്രൊഡക്റ്റ് അവർ കൊടുത്തത്. 3 ഷർട്ടാണ് ഓർഡർ ചെയ്തതെന്ന് നമ്മൾ ഓർക്കണം. കിട്ടിയതോ കീറി പറഞ്ഞ 2 ജീൻസിന്റെ തുണികളാണ് അവർക്ക് അതിനകത്ത് കിട്ടിയത്. ആ പാക്കറ്റിന് പുറത്ത് നോക്കിയാൽ യാതൊരു വിധത്തിലുള്ള ആ ഷിപ്പ് ചെയ്ത ആളിന്റെ ആ വെബ്സൈറ്റിന്റെ അഡ്രസ്സോ കോണ്ടാക്ട് നമ്പറോ യാതൊന്നും അതിന്റെ പുറത്തില്ല. മാത്രമല്ല ഓൾറെഡി ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു ലേബലിന് മുകളിൽ കൂടി വീണ്ടും ഒരു ലേബൽ കൂടി സ്റ്റിക്കർ പതിച്ചിട്ടാണ് ഇത് അയച്ചിരിക്കുന്നത്. റിട്ടേൺ ഓപ്ഷൻ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അതാണ് അവർ ആദ്യം ചെക്ക് ചെയ്തതാണ്. ആ വെബ്സൈറ്റിലേക്ക് പോയി റിട്ടേൺ ഓപ്ഷൻ എന്നുള്ളതിലേക്ക് നോക്കുമ്പോൾ അവിടെ ആകെ കൊടുത്തിരിക്കുന്ന ഒരു ഇമെയിൽ ID മാത്രമാണ്. മറ്റ് യാതൊരു വിധത്തിലുള്ള റിട്ടേൺ ഓപ്ഷൻസോ കോണ്ടാക്ട് നമ്പേഴ്സോ ഒന്നും അതിനകത്തില്ല. ആ ഇമെയിലിലേക്ക് അവർ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഇമെയിൽ ബൗൺസ് ബാക്ക് ചെയ്തു, ഇമെയിൽ തിരിച്ചു വന്നു. അങ്ങനത്തെ ഇമെയിൽ നിലവിലില്ല. മറ്റ് പേജസ് അപ്പോഴാണ് അവർ ആ വെബ്സൈറ്റിനെ പറ്റി കൂടുതൽ നോക്കുന്നത്. ആ വെബ്സൈറ്റിൽ ആകെ ആ ഒരു പേജ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് റിട്ടേൺ ഓപ്ഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒന്നും വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഇല്ല, ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഇല്ല, ഒരു അഡ്രസ് ഇല്ല, ഫോൺ നമ്പർ ഇല്ല, നത്തിങ് ഈസ് ദെയർ. ആമസോണിനെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ലേ? അതെ, അവർ അടുത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ മെയിൽ കൂടി ബൗൺസ് ചെയ്ത് വന്നതിന് ശേഷം ചെയ്തത് ആമസോൺ അല്ലല്ലോ ഷിപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. നേരെ ആമസോൺ ഷിപ്പിങ്ങിന്റെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് ഈ ഇതിനകത്തുണ്ടായിരുന്ന ആ മെസ്സേജിൽ ഉണ്ടായിരുന്ന ട്രാക്കിംഗ് ID വെച്ചിട്ട് അവർക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ നോക്കി.
ആ ട്രാക്കിംഗ് ID കൊടുക്കുമ്പോൾ തന്നെ അത് അവരുടെ ട്രാക്കിംഗ് ID അല്ല എന്നാണ് ആ വെബ്സൈറ്റിൽ കാണിച്ചത്. പക്ഷെ എങ്കിലും അതർ ഓപ്ഷൻ കൊടുത്തിട്ട് അവരുടെ ചാറ്റിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ചാറ്റ് ത്രൂ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോൾട്ടി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഡെലിവർ ആയിരിക്കുന്നത്, നിങ്ങൾക്ക് ഇതിന് റിട്ടേൺ ഓപ്ഷൻ വേണം, അതർവൈസ് നിങ്ങൾ ഇതാരാണോ അയച്ചിരിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞിട്ട് മെയിൽ കൊടുത്തപ്പോൾ ആമസോണിന്റെ റിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ഷിപ്പറുമായി ബന്ധപ്പെടും. ആരാണോ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് തന്നത്, ആർക്കാണോ നിങ്ങൾ പേ ചെയ്തത്, അവരുമായി ബന്ധപ്പെടും. അവരാണ് ആ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് തരേണ്ടത്, ഞങ്ങളല്ല. ഞങ്ങൾക്ക് ഷിപ്പറുമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള ഒറ്റ ഇമെയിലിൽ അവരത് ക്ലോസ് ചെയ്യും. സോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല. ആ ഷിപ്പ് ചെയ്ത കമ്പനിക്ക് ഇതിന്റെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. സൈബർ സെല്ലുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നു? എന്റെ അടുത്തേക്ക് വരുമ്പോ ഉണ്ടായിരുന്ന 2 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇത് സൈബർ സെൽ മുഖേന നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് ആമസോൺ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ശ്രമിച്ച പല മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സൈബർ സെൽ, നമുക്ക് സൈബർ സെല്ലിൽ ഉള്ള സുഹൃത്തുക്കളൊക്കെ വഴി നമ്മൾ അവിടെ സൈബർ സെല്ലിലേക്ക് ആദ്യം കംപ്ലൈന്റ് ചെയ്യാൻ എന്താണ് ഓപ്ഷൻ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചത്. അതിനെ തുടർന്ന് സൈബർ സെല്ലിലേക്കാണ് അവർ ആദ്യം പോയത്. സൈബർ സെല്ലിലേക്ക് പോയി അതിന്റെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ, നമ്മൾ സാധാരണ ആഡ് നമ്മൾ ഫോൺ ചെയ്യുമ്പോഴെല്ലാം കേൾക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് കോൾ ചെയ്ത് ആദ്യം ഈ കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്യാനാണ് അവർ ആദ്യം പറഞ്ഞത്. അതിനനുസരിച്ച് ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഇതൊരു വലിയ എമൗണ്ടോ അല്ലെങ്കിൽ ഒരു വലിയ സ്കാമോ ഒന്നും ആയിട്ട് ഫീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിലും അതിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, cybercrime.gov.in എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടലിലാണ് നമ്മൾ ആദ്യം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുള്ളത്. പക്ഷെ അവിടെയാണ് ഏറ്റവും ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ടെക്സാവി ഒന്നും അല്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് ഒരു വെബ്സൈറ്റിലേക്ക് ആക്സസ് ചെയ്യാം, ആ വെബ്സൈറ്റിൽ പോയി കംപ്ലൈന്റ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനുവേണ്ടി അക്ഷയ സെന്റേഴ്സിലേക്ക് പോകേണ്ടി വരും. ആര് ഇതിന്റെയൊക്കെ പുറകെ നടക്കും എന്നുള്ളതാണ് ഒരു മെയിൻ ക്വസ്റ്റ്യൻ. പോയത് നമുക്കൊരു 1000 രൂപയായിരിക്കും, അല്ലെങ്കിൽ 500 രൂപയായിരിക്കും, അത് പോട്ടെ എന്നങ്ങ് വിചാരിക്കും. ഈ മെനക്കേടും പിന്നെ അതിന്റെ പിന്നാലെ നടക്കുന്നതും ആലോചിക്കുമ്പോൾ എല്ലാവരും അതങ്ങ് പൊക്കോട്ടെ, ഞങ്ങൾക്ക് എനിക്കിത് പറ്റി എന്ന് മാത്രമേ എല്ലാവരും വിചാരിക്കുള്ളൂ. പക്ഷേ ഈ സുഹൃത്ത് സ്വന്തമായിട്ട് എനിക്കിത് പറ്റി എന്നുള്ളത് മാത്രമല്ല, ഇത് മറ്റൊരാൾക്ക് പറ്റരുത്, എനിക്ക് പറ്റുന്നത് പോലെ ഈ സമൂഹത്തിന് സഹായിക്കണം എന്നുള്ളൊരു ഇതോടുകൂടി തന്നെ അതിന് മെനക്കെട്ട് ഇറങ്ങാൻ തയ്യാറായി. അതിന് പിന്നാലെ പോയി ആ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ പല തവണ അതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചാലും പലതരത്തിലുള്ള ടെക്നിക്കൽ എറേഴ്സ് വന്നിട്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അവസാനം എന്താ പറയാ, നേരിട്ട് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തു. ആ റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് കേസസ്, ഇതിപ്പോ 1000 രൂപയുടെ കേസ് ആണെങ്കിൽ 5 ലക്ഷത്തിന്റെയും 6 ലക്ഷത്തിന്റെയും 20 ലക്ഷത്തിന്റെയും ഒക്കെ കേസസ് വരുന്നുണ്ട് മറ്റു പലതരത്തിലുള്ള സ്കാംസ് ആയിട്ട്. അപ്പൊ ഇതിൽ പലതിലും അവര് ഹെൽപ്ലെസ് ആണ് പല സമയത്തും. കാര്യം ഈ ആമസോണിനോട് ചിലപ്പോ ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുക്കണമെന്നില്ല. പോലീസിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ പോലും പലപ്പോഴും അതിന് അവര് ആൻസർ പ്രോപ്പറായിട്ട് കൊടുക്കാറില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുക, അവരെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് എന്നാണ് അവരുടെ സൈഡിൽ നിന്നും ഉള്ള റിപ്ലൈ. ഇത്തരത്തിലുള്ള 1000കണക്കിന് കേസുകളാണ് അവർക്ക് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന ഒരു ചെറിയ എമൗണ്ടിന്റെ കേസിനൊക്കെ അത്രത്തോളം ഒരു പ്രാധാന്യം മാത്രമേ കിട്ടാനും ചാൻസ് ഉള്ളൂ. പക്ഷേ ഇത് എന്റെ മുന്നിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി പരിശോധിച്ചപ്പോൾ ഈ വെബ്സൈറ്റിനെ, ഈ crisanjohn.in എന്ന് പറയുന്ന വെബ്സൈറ്റിനെ പറ്റി മാത്രം നമ്മൾ അതൊന്ന് ഗൂഗിളിലേക്ക് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കും. കാണുന്നത് ആദ്യം അവരുടെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് വരും. അതിന്റെ അടുത്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ യൂട്യൂബിനകത്ത് ഇതേ തരത്തിലുള്ള കംപ്ലൈന്റ് വരുന്ന വീഡിയോസ് പലരും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ shikayati.com എന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള റിവ്യൂസും കംപ്ലൈന്റ്സും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് ഞങ്ങൾ നോക്കുമ്പോൾ അറൗണ്ട് ഒരു 64ഓളം കംപ്ലൈന്റ്സ് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ കംപ്ലൈന്റ് കൊടുക്കാനോ വെബ്സൈറ്റ് ഇങ്ങനെ വെബ്സൈറ്റ് ഉണ്ടെന്നോ അതിനകത്ത് ഒരു റിവ്യൂ കംപ്ലൈന്റ് കൊടുക്കാനോ ഒക്കെ അറിയുന്നവർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 64 പേർ. അപ്പൊ എത്ര 1000 പേരായിരിക്കും ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവുക? അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇത് സെർച്ച് ചെയ്യുമ്പോൾ, ഞാൻ ഇതിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഈ ആഡ് മാത്രമല്ല, ഇതുപോലുള്ള മറ്റ് നിരവധി ആഡുകൾ വരുന്നുണ്ട്. അതിൽ പലതിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ, ഒരു ആഡിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ ഞാൻ കണ്ടത് ഫ്ലിപ്കാർട്ടിന്റെ കോപ്പിയാണ്. ഒറ്റ പേജ് മാത്രമേ ഉള്ള വെബ്സൈറ്റിൽ. പക്ഷെ ആ വെബ്സൈറ്റ്
എക്സാക്ട് കോപ്പി ഓഫ് ഫ്ലിപ്കാർട്ടിന്റെ ലോഗോ അതേ വെബ്സൈറ്റ്, അതേ മോഡലാണ് വെബ്സൈറ്റ് ഇരിക്കുന്നത്. പക്ഷെ ഓർഡർ ചെയ്താലോ മറ്റു കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഇത്തരം തട്ടിപ്പുകാരിലേക്കാണ്. അപ്പം ഇത്തരത്തിൽ ഒരു ഇൻഫർമേഷനും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ചെക്കിങ്ങും ഇല്ലാതെ ഇത്തരം വെബ്സൈറ്റ്സും ആ വെബ്സൈറ്റിനെ വെച്ചിട്ടുള്ള ഓൺലൈൻ ആഡുകളും നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇത്തരം ആഡുകളെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുമോ? അതും കഴിയില്ല. ഈ ആഡുകൾ കാണരുതെന്നോ അല്ലെങ്കിൽ ഈ ആഡുകളിലേക്ക് ക്ലിക്ക് ചെയ്തെന്നോ എനിക്കൊരിക്കലും പറയാൻ കഴിയില്ല, ഞാൻ ഒരിക്കലും പറയുകയില്ല. കാരണം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ബിസിനസ് നടത്തുന്ന ഒരുപാട് ഓൺടർപ്രണേഴ്സ് ഉണ്ട്. അവരുടെ വെബ്സൈറ്റ് ചിലപ്പോൾ അവർക്കും ചിലപ്പോൾ 1 പേജ് വെബ്സൈറ്റ് ആയിരിക്കാം. ഇതുപോലെ ഒരുപാട് പേജസ് ഉണ്ടാവണമെന്നില്ല. ആമസോൺ പോലെ ഒരുപാട് പേജസ് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാവണമെന്നില്ല. അവർക്കും ഒരു 1 പേജ് വെബ്സൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം ഞങ്ങള് ഇത്തരം വെബ്സൈറ്റ്സ് അങ്ങനെയുള്ള സർവീസസ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം അവരുടെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിന്നിട്ട് ചിലപ്പോൾ അവരുടെ 1 പേജ് വെബ്സൈറ്റ് ആയിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് സെയിം ടൈം അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്താൻ, ആളുകളിലേക്ക് എത്താൻ, അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്താൻ അവരും സ്വീകരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ആഡും ഫേസ്ബുക്ക് ആഡും യൂട്യൂബിൽ വരുന്ന ആഡും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ ആഡുകൾ കാണരുതെന്നോ അല്ലെങ്കിൽ അതിലേക്ക് ക്ലിക്ക് ചെയ്തെന്നോ അതിലൂടെ ജെന്യുവൻ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തെന്നോ നമുക്ക് ഒരിക്കലും പറയാനോ നമുക്ക് വാശി പിടിക്കാനോ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇത്തരം വെബ്സൈറ്റുകളിലേക്കോ ഇത്തരം ആഡുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ആ വെബ്സൈറ്റുകളുടെ ആധികാരികത നമ്മൾ ആദ്യം ഉറപ്പുവരുത്തുക. കൃത്യമായ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് നോക്കുക. കൃത്യമായിട്ടുള്ള റിട്ടേൺ ഓപ്ഷൻസും അതിനുള്ള ഫീച്ചേഴ്സും ഉണ്ടോ എന്ന് നോക്കുക. കൃത്യമായ അഡ്രസ് ഉണ്ടോ എന്ന് നോക്കുക. COD ഓപ്ഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് അവർക്ക് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ആ ഫോൺ നമ്പറിലേക്ക് നമ്മളൊന്ന് വിളിച്ചോ മെസ്സേജ് ചെയ്തോ നമ്മൾ അതിന്റെ ആധികാരികത ഉറപ്പുവരുത്താൻ നോക്കുക. പിന്നെ വളരെ ചീപ്പായിട്ടുള്ള പ്രൈസ് ഇട്ട് ഇമ്മീഡിയറ്റ് ഓഫർ എന്നുള്ള തരത്തിലേക്കുള്ള ഇതിന്റെ പിന്നിൽ മനം മയങ്ങി നമ്മൾ ആ ചതിക്കുഴിയിൽ വീഴാതെ. അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ വളരെ അട്രാക്റ്റീവ് ആണ്. നമുക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും. കാരണം സാധാരണഗതിക്ക് സാധാരണ ഒരു വെണ്ടറിന്, ഒരു ഓണ്ടർപ്രണറിന് അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരന് കൊടുക്കാൻ പറ്റാത്ത വിലയാണ് പലപ്പോഴും ഇവർ ഓഫർ ചെയ്യുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾ അതിനകത്തേക്ക് അട്രാക്റ്റീവ് ആവും. അപ്പൊ നമ്മൾ അത്തരം ആഡുകൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വെബ്സൈറ്റിന്റെ ഓതന്റിസിറ്റി നമ്മൾ ആദ്യം ഉറപ്പുവരുത്തുക. അതിന്റെ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫോണിൽ ഒന്ന് വിളിച്ചിട്ട് നമ്മളൊന്ന് ആധികാരിക അത് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമ്മൾ പർച്ചേസിലേക്ക് പോവാം. അതിനു മുമ്പ് ആ വെബ്സൈറ്റിന്റെ പേരോ അല്ലെങ്കിൽ ആ ഫോൺ നമ്പറോ വെച്ച് നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ അവരുടെ ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് അവരുടെ റിവ്യൂസോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അതോ ആ വെബ്സൈറ്റിന്റെ അനുഭവങ്ങളോ എവിടെയെങ്കിലും നമുക്ക് ഇന്റർനെറ്റിൽ ഉണ്ടാവും. ഇപ്പൊ ഈ christianjohn.in എന്നുള്ളത് തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അവരുടെ ബാഡ് കമന്റ്സും റിവ്യൂസും 100 കണക്കിന് അതിനകത്ത് കിടപ്പുണ്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ആ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ വെച്ചിട്ടോ ഇമെയിൽ ID വെച്ചിട്ടോ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്ത് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്ത് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഗൂഗിളിൽ നമുക്ക് അവൈലബിൾ ആവുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സുഹൃത്തിന് കിട്ടിയത് ആമസോൺ ഷിപ്പിംഗ് വഴിയാണ്. അപ്പൊ ഞാൻ ചെയ്തത് ഇതേ വെബ്സൈറ്റിൽ കയറിയിട്ട് 2 തവണ വീണ്ടും ഓർഡർ ചെയ്തു. സെയിം പ്രൊഡക്റ്റ് വീണ്ടും ഓർഡർ ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് മെസ്സേജ് വന്നത് ആമസോൺ ഷിപ്പിംഗ് എന്നല്ല, പകരം E-Cart ഡെലിവറി ചെയ്യുന്നതായിരുന്നു. E-Cart മീൻസ് നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ ഡെലിവറി ഷിപ്പിംഗ് ടീമാണ് E-Cart. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. സാറ് വീണ്ടും ഓർഡർ ചെയ്തിരുന്നു? അതെ, ഞാൻ 2 വട്ടം ഓർഡർ ചെയ്തു. അപ്പൊ ഈ 2 വട്ടം, ആദ്യത്തെ വട്ടം എനിക്ക് E-Cart മെസ്സേജ് വന്നു. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് 1 വീക്ക് ആവുന്ന സമയത്ത് E-Cart ഡെലിവറി ഏജന്റ് എന്നെ വിളിച്ചു. ഞാനത് കൊണ്ടുവരാൻ പറഞ്ഞു. ഓൾറെഡി ഞാൻ സൈബർ സെല്ലിലെ നമ്മുടെ പോലീസ് ഒഫീഷ്യൽസുമായിട്ട് ഇത് പറഞ്ഞിരുന്നു, ഇങ്ങനെ നമ്മൾ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അവരോട് സംസാരിക്കും, കൂടുതൽ അവരുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് സംസാരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഈ ഡെലിവറി ഏജന്റ് പ്രൊഡക്റ്റുമായിട്ട് വന്നു. ഞങ്ങൾ പാക്കേജ് വാങ്ങി നോക്കിയപ്പോൾ സെയിം പാക്കേജിങ് ആണ്, നേരത്തെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സെയിം പാക്കേജിങ്. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല, ഒരു അതിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതിന്റെ മുകളിൽ കൂടി ഒരെണ്ണം കൂടി ഒട്ടിച്ചിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതിനകത്ത് അത് ആരയച്ചു എന്നോ ഏത് വെണ്ടർ ആണെന്നോ അവരുടെ യാതൊരു കോൺടാക്ട് ഡീറ്റെയിൽസോ ഒന്നുമില്ല. അപ്പൊ ഞാൻ നമ്മുടെ ഈ കൊണ്ടുവന്ന ഏജന്റ് ആളിനോട് പറഞ്ഞു, ഇത് ഇങ്ങനെയാണ് സംഭവം, തൊട്ട് മുന്നേ നമുക്ക് ഇതുപോലെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിത് പൊട്ടിച്ചു നോക്കി മാത്രമേ ഇത് വാങ്ങാൻ കഴിയുള്ളൂ, ക്യാഷ് പേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള പ്രൊവിഷൻ ഇല്ല.
കാര്യം അവരെ സംബന്ധിച്ച്, ആ ഡെലിവറി ഏജന്റിനെ സംബന്ധിച്ച് അവർ തുച്ഛമായ പൈസ ആ ഒരു ഇത് ഷിപ്മെന്റ് ഡെലിവറി ചെയ്താൽ കിട്ടുന്നവർ ചിലപ്പോൾ 30-50 രൂപയായിരിക്കാം. അതിനുവേണ്ടി മാത്രം പണിയെടുക്കുന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ഈ മൊത്തം ക്യാഷ് അവർ പേ ചെയ്യേണ്ടി വരിക. സോ അവർ ഹെൽപ്ലെസ് ആണ്. അപ്പൊ നമ്മൾ അവരുടെ മുന്നിലേക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഷിപ്പിംഗ് ഏജന്റുമാർ അല്ലെങ്കിൽ ആ ബോയ്സിനോട് പലരും തട്ടിക്കയറുന്ന കണ്ടിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ അവരോട് നമ്മൾ വെറുതെ ഷൗട്ട് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ഞങ്ങൾ അവരോട് ചോദിച്ചത്, നിങ്ങൾക്കിത് നിങ്ങളുടെ ഹയർ ലെവൽ ആളുകളോട് സംസാരിക്കാൻ എന്താ ഓപ്ഷൻ? നിങ്ങളുടെ ഹബ്ബ് മാനേജ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ പുള്ളി അവരുടെ ഹബ്ബ് മാനേജ് ചെയ്യുന്ന ഒരാളുമായിട്ട് ഓവർ ഫോൺ സംസാരിച്ചു എൻ്റെ കയ്യിലേക്ക് ഫോൺ തന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് പറയുന്നത്, അവർക്ക് ഷിപ്മെന്റ് അവരുടെ ഹബ്ബിൽ വരുന്നു, അത് എറണാകുളത്ത് നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ വരുന്നു, അത് അവർ ഇവിടെ ഡെലിവറി ചെയ്യുന്നു എന്നുള്ളത് അല്ലാതെ അവർക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പൊ ഞങ്ങൾ റിട്ടേൺ ചെയ്താൽ അവർ വീണ്ടും അഗൈൻ ഇത് വന്ന അതേ ചാനലിൽ തന്നെ എറണാകുളത്തേക്ക് പോകും, ബാംഗ്ലൂരേക്ക് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോകും. ഇത് എത്ര ദിവസം കഴിഞ്ഞാണ് റിട്ടേൺ തിരിച്ച് ഈ ഷിപ്പ് ചെയ്ത ആളുടെ കയ്യിലേക്ക് എത്തുക എന്ന് പോലും അവർക്കറിയില്ല. അവരുടെ ഈ ഏറ്റവും എൻഡിൽ വരുന്ന പ്രോസസ്സ് മാത്രമേ അവർക്ക് അറിയുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. പക്ഷെ ഞാൻ അയാളോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അയാള് അവിടുത്തെ ഒരു ഹബിന്റെ മാനേജർ ആണെങ്കിൽ തീർച്ചയായും അതിന്റെ തൊട്ട് മുകളിലുള്ള ചിലപ്പോൾ റീജിയണൽ മാനേജർ ആവാം, അല്ലെങ്കിൽ ഏരിയ മാനേജർ ആവാം, അതല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡ് മാനേജർ ആവാം, അതിന് മുകളിൽ ആരെങ്കിലും ഒരാളുണ്ടാവും. അതിന് മുന്നിൽ പേഴ്സൺസ് ഉണ്ടാവും, അതിന് മുകളിലും. അങ്ങനെ കൃത്യമായി ആസ് എ കോർപ്പറേറ്റ് കമ്പനി, ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ കാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അതൊരു കോർപ്പറേറ്റ് സെറ്റപ്പിലാണ്, കോർപ്പറേറ്റ് കമ്പനിയാണ്. സോ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഹെറാർക്കി ഉണ്ട്. കൃത്യമായിട്ടും അവരുടെ ഒരു റിപ്പോർട്ടിംഗ് പേഴ്സൺസ്, എല്ലാ സ്റ്റെപ്പിലും ഒരു റിപ്പോർട്ടിംഗ് പേഴ്സൺ ഉണ്ട്. ഇപ്പൊ നമ്മളും പല അത്തരം കമ്പനീസിലൊക്കെ വർക്ക് ചെയ്തും ഒക്കെ തന്നെയാണല്ലോ നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ വളരെ എന്താ പറയാ, നമുക്കിതൊന്നും അറിയില്ല എന്നുള്ള മട്ടിലാണ് പറയുന്നത്. എനിക്ക് മുകളിൽ ആരുമില്ല, ഞാൻ കഴിഞ്ഞ പിന്നെ മുകളിലേക്ക് ഒന്നുമില്ല, എനിക്കിത് ഇവിടെ നിന്ന് തിരിച്ചയക്കുക എന്നുള്ളതല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്ന ഒരു ഹാർഷ് ആയിട്ടുള്ള മറുപടിയാണ്. അത് കേട്ട് മിണ്ടാതിരിക്കാൻ നമ്മൾ അത്ര കേൾക്കുന്ന ഒരു ഫൂൾസ് അല്ലല്ലോ. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ വെറുതെ അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ അവസാനിപ്പിച്ചു. പക്ഷെ ഇഫ് നീഡഡ് അവർക്കത് കൃത്യമായി അവരുടെ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാനോ, കാര്യം ഞങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു. കാര്യം ആമസോൺ ഷിപ്മെന്റ് വന്നപ്പോൾ നമുക്കതിനകത്ത് ഷിപ്പർ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തത് QWERTY. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. കാര്യം വെച്ചാൽ ഈ കീബോർഡില് നമ്മളിപ്പോൾ മൊബൈലിന്റെ ആണെങ്കിലും നമ്മളെ ലാപ്ടോപ്പിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ ഏറ്റവും മുകളിലത്തെ ലൈനിന്റെ ആദ്യത്തെ 5-6 അക്ഷരങ്ങളാണ്. അതായത് കൃത്യമായ ഒരു പേര് പോലും ഇവര് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ആ ജസ്റ്റ് കീബോർഡിന്റെ മുകളിലുള്ള 5-6 അക്ഷരം കൊടുത്തിട്ടാണ് ഇവര് ഷിപ്പർ ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേര് പോലും. അത്രമാത്രം ഫ്രോഡ്ലന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. അപ്പൊ അത് അവർക്ക് വേണമെങ്കിൽ അവരുടെ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാം, അവിടെ നിന്ന് അതിന് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇത് നമുക്ക് നോർമലി ഒരു പാഴ്സലാണ് ഒരാൾ അയച്ചതുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രം എന്ന് പറയുന്നത് അവർക്ക് ഫേക്ക് ആയിട്ട് എഴുതിയിട്ട് വേണമെങ്കിൽ അയക്കാമെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പോസിബിലിറ്റി ഉണ്ടാവാം. പക്ഷെ ഇതൊരു COD ആണ്. കാര്യം നമ്മൾ ഈ ഡെലിവറി ഏജന്റിന് അല്ലെങ്കിൽ ആമസോൺ ഷിപ്പിങ്ങിന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ ഈ കാർട്ടിന് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് പല വഴി കറങ്ങിയിട്ടാണെങ്കിലും ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഷിപ്പിങ്ങിൽ നിന്ന് ഇതൊരാൾക്ക് പേ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പേ ചെയ്യുന്ന പേഴ്സൺ, ആ വെണ്ടർ തീർച്ചയായും ഈ ആമസോൺ ഷിപ്പിങ്ങിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ ഈ കാർട്ടിലോ രജിസ്റ്റർ ചെയ്ത ഒരു ഷിപ്പറാണ്. ആ രജിസ്റ്റർ ചെയ്ത് അവരുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും അഡ്രസ്സും ഒക്കെ വെരിഫൈ ചെയ്ത് വന്നാൽ മാത്രമല്ലേ അവർക്ക് ഈ എമൗണ്ട് എന്തായാലും അവർ പേ ചെയ്യുള്ളൂ. സോ അത്തരം ഒരു ഡീറ്റെയിൽസിലേക്ക് എത്താൻ ഒരു മാർഗം ഉണ്ടായിട്ട് ആ തരത്തിലേക്ക് മൂവ് ചെയ്യാൻ നമുക്ക് ഈസി അല്ല. ഒരു തരത്തിലും ഒരു കോർപ്പറേറ്റ് സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു തരത്തിലും അവർ അത്തരം കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ വില്ലിങ് അല്ല, അല്ലെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിപ്പറ്റാൻ നമുക്ക് ഈസി അല്ല. തട്ടിപ്പിൽ ആമസോൺ ഇന്ത്യ, ഫ്ലിപ്കാർട്ട് പോലുള്ള വൻകിട മുതലാളിമാർ അതിൽ ഇൻവോൾവ് ആവുന്നുണ്ടോ എന്നാണ് സാർ പറഞ്ഞിരുന്നത്. നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. നമുക്ക് ഉറപ്പില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ബോധപൂർവമോ അല്ലാതെയോ? തീർച്ചയായും നമുക്ക് ഉറപ്പില്ല എന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് പറയാൻ കഴിയുള്ളൂ. ഉറപ്പില്ല എന്ന് നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പോലീസ് ഓഫീഷ്യൽസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു വിവരം. പലപ്പോഴും അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആമസോൺ സൈഡിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിക്കാറില്ല എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പാക്കറ്റുകൾക്ക് മുകളിൽ വരുന്ന ആ ഡബിൾ സ്റ്റിക്കർ, കാരണം ആ സ്റ്റിക്കറിന് മുകളിൽ ഏറ്റവും മുകളിൽ ഒരെണ്ണം ഒട്ടിച്ച് അതിന്റെ മുകളിൽ മറ്റൊരു സ്റ്റിക്കർ ഒട്ടിച്ചാണ് ഇത് വന്നിരിക്കുന്നത്. ആ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറിന് മുകളിൽ വെണ്ടറിൻ്റെതായിട്ടുള്ള ആരാണോ ആ ഷിപ്മെന്റ് അയച്ചിരിക്കുന്ന എന്നുള്ള
യാതൊരു ഡീറ്റെയിലും ഇല്ല. അങ്ങനെ ഒരു പാക്കറ്റ് ആമസോൺ ഷിപ്പിംഗ് അക്സെപ്റ്റ് ചെയ്യുമോ, ഫ്ലിപ്കാർട്ടിന്റെ ഈ കാർട്ട് അക്സെപ്റ്റ് ചെയ്യുമോ, അവരുടെ ഏതെങ്കിലും ഒരു ഹബിലേക്ക് അല്ലെങ്കിൽ ഒരു ഡെലിവറി ഏജന്റിലേക്ക് അല്ലെങ്കിൽ ഒരു കളക്ടിങ് പോയിന്റിലേക്ക് ഈ ഒരു ഷിപ്മെന്റ് കൊണ്ട് കൊടുക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ആ അയക്കുന്ന ആളുടെ വിവരങ്ങൾ ഇല്ലാത്തൊരു സ്ലിപ്പ് ഒട്ടിച്ച് ഇത് ഷിപ്പ് ചെയ്യാൻ അവർ അലോ ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവിടെയാണ് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. അത് ആ ഒരു തരത്തിൽ മാത്രമല്ല, ഈ കാശ് നമ്മുടെ ഇന്ന് കളക്ട് ചെയ്ത് അവർക്ക് ഡെലിവറി ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ആമസോൺ അല്ലെങ്കിൽ ഈ കാർട്ട് പോലെയുള്ളവരാണ്. അപ്പൊ ഇത്തരത്തിലൊരു കംപ്ലൈന്റ് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഈ ഡെലിവറി ഏജൻസിനോട് ഈ കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ഉറപ്പായും കാര്യം ഇതിന് ശേഷം ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്ത ഷിപ്മെന്റ് അതേ ഈ കാർട്ടിൽ തന്നെയാണ് വീണ്ടും വന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഈ കാരണങ്ങൾ പറഞ്ഞ് റിട്ടേൺ ചെയ്തതുകൊണ്ട് അവരുടെ ഹബിൽ നിന്ന് പോലും എന്നെ വിളിക്കുക പോലും ചെയ്യാതെ ഹബിൽ നിന്നേ അവർ റിട്ടേൺ ചെയ്തു. എനിക്ക് റിട്ടേണിന്റെ മെസ്സേജസ് മാത്രമാണ് വന്നത്. ബോധപൂർവമായുള്ള തട്ടിപ്പാണെന്ന് ഇതിൽ നിന്ന് അനുമാനിക്കാം. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നോ രണ്ടോ വ്യക്തികളോ ഒന്നുമല്ല. ഇതൊരു വലിയൊരു മാഫിയാണ്, വലിയൊരു ഒരു സ്കാമിന്റെ ഒരു റാക്കറ്റ് തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോടികളുടെ ബിസിനസ് ആണ് അവർ ഇതിന്റെ പിന്നിൽ നിന്ന് തട്ടിയെടുക്കുന്നത്. ഡെയിലി 10 പേര് തന്നെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരു വരുമാനം മന്ത്ലി ഒന്ന് ആലോചിച്ച് നോക്കൂ. 10 പേരോ 20 പേരോ 100 പേരോ ഒന്നുമല്ല. കാരണം ഇപ്പോ ഗൂഗിൾ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാശ് ചെലവുള്ളൊരു കാര്യമാണ്. നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നമ്മൾ ആഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആഡ് മെത്തേഡാണ്. പക്ഷേ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് അത് എത്തും എന്നുള്ളത് ഒരു വാസ്തവമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓണ്ടർപ്രണേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അതാണ്. അപ്പോൾ ഞങ്ങൾ അത്തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിന്റെ പ്രോസും കോൺസും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ആഡുകൾ ഇത്രമാത്രം ഫ്രീക്വന്റ് ആയിട്ട് ആളുകളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടി അത് പുഷ് ചെയ്യണമെങ്കിൽ എത്രമാത്രം കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ആ ആഡ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു തട്ടിപ്പിന് ശ്രമിക്കണമെങ്കിൽ 10, 20, 100 ഓർഡറുകളല്ല അവർക്ക് കിട്ടുന്നത്. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമായിരിക്കില്ല, ഓൾ ഓവർ ഇന്ത്യ അവർ ഈ തട്ടിപ്പ് നിർബാധം തുടരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. പോലീസ് സംവിധാനങ്ങളും നിസ്സഹായരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ പറഞ്ഞത് നേരിട്ട് നമുക്ക് കോടതിയിലേക്ക് പോലും ചിലപ്പോൾ ഈ ഒരു കേസ് ആയിട്ട് ഇത്തരം ഒരു കാര്യത്തിൽ നമുക്ക് റേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു ദിവസത്തെ കോടതി ചെലവിനേക്കാളും കുറഞ്ഞ തുകയിലുള്ള എമൗണ്ട് ആണ് ആ ക്രൈമിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു കേസിലേക്ക് പോലും പോകാൻ ചിലപ്പോൾ സാധ്യതയില്ല. അതിന് പോലും ഇതിന് വിക്ടിമായിട്ടുള്ളവർക്ക് സാധ്യത കുറവാണ് എന്നുള്ളതാണ് ചില സൈഡിൽ നിന്ന് എനിക്ക് കിട്ടിയ നിയമോപദേശം. അപ്പോൾ ആ തരത്തിൽ ഇതെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ ഫ്രോഡ് ആയിട്ടുള്ള ടീം, ഈ ഒരു മാഫിയ തന്നെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി നമ്മൾ കാണുന്ന ആഡുകളിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഓണ്ടർപ്രണേഴ്സും ഇതേ മെത്തേഡിലാണ് അവരുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ആഡ് അവോയ്ഡ് ചെയ്യരുത്. ആഡ് അവോയ്ഡ് ചെയ്യാനുള്ളതല്ല, ആഡ് നമ്മൾ കാണണം, ആഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. പക്ഷെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എത്തുന്ന വെബ്സൈറ്റിന്റെ ആധികാരികത നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രൈസിന് നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുമോ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. കൃത്യമായ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് നോക്കണം. കൃത്യമായ വെബ്സൈറ്റ് അഡ്രസ്, അതിനകത്ത് വെബിന്റെ അവരുടെ കോൺടാക്ട് അഡ്രസ്സുകൾ ഉണ്ടോ എന്ന് നോക്കണം. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽ എടുത്ത് നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ആ സെർച്ചിൽ നമുക്ക് അവരെ പറ്റിയിട്ടുള്ള മറ്റ് ആളുകളുടെ എക്സ്പീരിയൻസസ് ആൻഡ് റിവ്യൂസ് ഓർ കംപ്ലൈന്റ്സ് നമ്മൾ കാണുന്നുണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും തരത്തിൽ നമുക്ക് സംശയം ഉണ്ടാകുകയാണെങ്കിൽ അവരുടെ ഫോൺ നമ്പറുകളിലേക്ക് നമ്മൾ നേരിട്ട് വിളിച്ച് തന്നെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം. ഇത്തരം കാര്യങ്ങളോ അല്ലെങ്കിൽ സൈബർ ക്രൈം പോർട്ടലിൽ പോയി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഈ സൈബർ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ നടക്കാനോ സമയമോ സൗകര്യമോ അതിനുള്ള അറിവോ ഇല്ലാത്തവരെ സംബന്ധിച്ച്, ആ സാധാരണക്കാരെ സംബന്ധിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം അവരൊക്കെ ഈ അവരുടെ പോയ കാശ് പോട്ടെ എന്ന് വിചാരിച്ച് സമാധാനിക്കുക മാത്രമായിരിക്കും ചെയ്യുക. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ചെയ്യുന്നതോറും ഇവർക്ക് വളമാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത്തരം ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ, അത്തരം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. 2, നമ്മൾ മലയാളികളെ പറ്റിച്ചിട്ട് അങ്ങനെ ഒരുത്തരം പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നമുക്കൊരു പണി തിരിച്ചു കൊടുക്കണം.
ഞാൻ ആ ഷിപ്പിംഗ് ഏജന്റിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു 30 രൂപ മുതൽ 50 രൂപയോ 80 രൂപയോ ഒക്കെ വരെ അവർക്ക് ഇതിന്റെ പിന്നിൽ ഷിപ്പിംഗ് ചാർജ് ആവുന്നുണ്ട് പരമാവധി. അപ്പോ നമ്മൾ എല്ലാവരും, ഇത് ഒട്ടനവധി സൈറ്റുകളുണ്ട്. ഇപ്പൊ നേരിട്ട് ഞാൻ അറിഞ്ഞ ഒരു ഇൻസിഡന്റ് വെച്ചിട്ടാണെങ്കിൽ ക്രിസ് ആൻഡ് ജോൺ, ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, chrisandjohn.in, ഇതാണ് ആ വെബ്സൈറ്റ്. ഇതിലേക്ക് നിങ്ങൾ എല്ലാവരും കയറണം. നിങ്ങൾക്ക് പറ്റുന്നിടത്തോളമുള്ള ഓർഡറുകൾ നിങ്ങൾ ഇതിനകത്ത് നിന്ന് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ മാത്രമല്ലേ ഉള്ളൂ, അതങ്ങ് പ്ലേസ് ചെയ്യണം. ഇത്രയും ഓർഡറുകൾ കൊടുക്കുക. നിങ്ങളുടെ അഡ്രസ്സ് തന്നെ കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല, ഏതെങ്കിലും ഒക്കെ അഡ്രസ്സ് കൊടുത്താലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് വേണമെങ്കിലും കൊടുക്കാം. ഈ ഓർഡറുകൾ വരട്ടെ. വരുമ്പോൾ നിങ്ങൾ നമ്മുടെ സിനിമയിൽ പറഞ്ഞതുപോലെ നിൽ എന്ന് പറയണം. എന്നിട്ട് അതുപോലെ പൊട്ടിക്കാനോ വാങ്ങാനോ ക്യാഷ് കൊടുക്കാനോ നിൽക്കാതെ അതുപോലെ കടക്ക് പുറത്ത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ റിട്ടേൺ അടിക്കണം. കേരളത്തിൽ നിന്ന് 100 കണക്കിന് 1000 റിട്ടേൺ അവന്മാരുടെ സൈറ്റിലേക്ക്, അവന്മാരുടെ അഡ്രസ്സിലേക്ക് തിരിച്ചു ചെല്ലണം. ഈ പരിപ്പ് കേരളത്തിൽ ഇനി വേവില്ല എന്ന് അവന്മാർക്ക് മനസ്സിലാവണം. അവന്മാരുടെ ഇതുവരെ പറ്റിച്ചതിൽ ഒരംശം കാശെങ്കിലും നമ്മൾ ഈ അവരുടെ ഷിപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള തരത്തിലെങ്കിലും നമ്മൾ ചെലവാക്കി അവന്മാർക്കൊരു തിരിച്ചടി കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊരു ചലഞ്ചായിട്ട് എടുത്തിട്ട് ഈ വെബ്സൈറ്റിൽ കയറുക, 10, 20, 50 ഓർഡറുകൾ കൊടുക്കുക. അതെല്ലാം വരുമ്പോൾ തിരിച്ച് അതുപോലെ സലാം പറഞ്ഞ് തിരിച്ചു വിടുക. ആരും സൂക്ഷിക്കുക, കാശ് കൊടുക്കാനോ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് കരുതി കാശ് കൊടുത്ത് അത് വാങ്ങി പൊട്ടിച്ചു നോക്കി പണി മേടിക്കരുത്. അതുകൊണ്ട് വന്നാൽ അതുപോലെ കടക്ക് പുറത്തെന്ന് പറയാ, അതുപോലെ റിട്ടേൺ അടിക്കുക. 1000 100 റിട്ടേണുകൾ അവരുടെ ഗോഡൗണിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവരറിയണം മലയാളി ആരാണ്. ഓക്കെ.